റമളാനിലെ നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന കൂലിയും പ്രതിഫലവും വലുതാണ്. നോമ്പുകാർക്ക് മാത്രം റയ്യാൻ എന്ന ബാബ് അല്ലാഹു വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആന്റെ ഓരോ ഹറഫിനും 10 ഹസനത്താണ്. റമളാനിലത് 70ഉം 700ഉം 70,000ഉമാണ്. മൻ ഫത്തറ സ്വായിമൻ, ഒരു നോമ്പുകാരനെ ഒരാൾ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് നോറ്റവന്റെ കൂലി അല്ലാഹു നൽകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സ്വലാത്തു തസാബീഹ്, തസ്ബീഹ് നിസ്കാരം, അതുപോലെ തന്നെ വിത്ർ നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന 2 റക്അത്തോ 6 റക്അത്തോ നിസ്കരിക്കാൻ പറ്റുന്ന സ്വലാത്തുൽ അവ്വാബീൻ, ദുഹാ നിസ്കാരം, ഇങ്ങനെ ഒരുപാട് റവാത്തിബുൽ. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അത്തൻ ഫി കുല്ലി യൗമിൻ വലീലത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞ രാവിലും പകലിലുമായി നിസ്കരിക്കുന്ന 12 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, അസറില്ല, മഗ്രിബിന്റെയും ഇശാഇന്റെയും ശേഷം 2 വീതം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പിന്നെ ഉംറത്തുൻ ഫി റമളാന തഅദിലു ഹജ്ജത്തൻ മഈ, റമളാനിലെ ഒരു ഉംറ ഹബീബായ തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനെ ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് മൻ ളല്ല ഫീ മുസല്ല, ഇരുന്നിടത്ത് നിസ്കരിച്ചിടത്ത് തന്നെ ഒരു മനുഷ്യൻ മുസല്ലയിൽ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നതുവരെ ദിക്റിലായി ചെലവഴിക്കുകയും ചെയ്താൽ ആ മനുഷ്യന് കഉംറത്തിൻ ചാമ്മത്തിൻ ചാമ്മ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി കിട്ടും. ഇപ്പം നമുക്ക് ഉംറ ചെയ്യാൻ പൈസയില്ല, ലീവ് കിട്ടുന്നില്ല, സൗകര്യങ്ങളില്ല. നമുക്ക് അബുദാബിയിൽ നിന്നുകൊണ്ട് ഉംറ ചെയ്താൽ കൂലി കിട്ടും. എങ്ങനെ? ഈ ഒരു സുന്നത്ത് പാലിച്ച സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ആ മുസല്ലയിൽ ഇരിക്കണം. അത് ജോലി ഇല്ലാത്തവർക്കേ പറ്റുള്ളൂ. ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, പ്രയാസങ്ങളുണ്ട്, സമയം വളരെ ബുദ്ധിമുട്ടുണ്ട്, കുറവാണ്. അങ്ങനത്തെവർക്ക് ഒരു പക്ഷേ കഴിയില്ല. നിയ്യത്തിന് അല്ലാഹു കൂലി കൊടുത്തേക്കും. പക്ഷെ സമയമുണ്ടോ നമ്മൾ ആ മുസല്ലയിൽ ഇരിക്കുക, ദിക്ർ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഇരിക്കുക. എന്നിട്ട് ഇഷ്റാഖിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സൂര്യൻ ഉദിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാം. എന്നിട്ട് വീട്ടിലേക്ക് പോവുക. ഉംറ ചെയ്ത കൂലി കിട്ടി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നിസ്കരിച്ച് തുടങ്ങിയാൽ 30 ദിവസം, 29 ദിവസം, 29 ഉംറയും 30 ഉംറയും നമുക്ക് കിട്ടും. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു നീതിയാണ്, അദിലാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ടാവും, അവർക്ക് ഹജ്ജിന്റെ ഉംറന്റെ കൂലി കിട്ടണ്ടേ? അതിനൊക്കെ ഇവിടെ അവസരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന അമലുകൾ.